കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ എന്ത് എളുപ്പാ, വെറുതെ വീഡിയോ ഉണ്ടാക്കി എന്തെങ്കിലും വായത്തോന്നിൽ പറഞ്ഞാൽ പോലെ. വൈറലാവുന്നതും കോണ്ടന്റ് ക്രിയേഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചിന്തിച്ച് ഒരു ഐഡിയ വേണം. ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്ത് ഒരു ഐഡിയ കിട്ടി അതിനെ കണ്ടന്റാക്കി ഡെവലപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താണ് വീഡിയോ ഓണാക്കി വായത്തൊന്നും ഇത് പറയാൻ പറ്റില്ലല്ലോ, എന്ത് പറയണം എന്നൊരു ക്ലാരിറ്റി വേണം. അതൊക്കെ ചിന്തിച്ച് അതൊക്കെ ഒന്ന് മനസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ഓണാക്കുക. വീഡിയോ ഓണാക്കുമ്പോഴായിരിക്കും വെള്ളി എന്ന് പറഞ്ഞ സാധനം വീഴുക. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനമായിരിക്കില്ല പുറത്തേക്ക് വരാം, കുറേ വെള്ളികൾ വരും. ഈ വെള്ളികളൊക്കെ എഡിറ്റ് ചെയ്ത് ട്രിം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്തിക്കണം. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നില്ല. സോ കൺസിസ്റ്റൻ്റ് അല്ല കണ്ട വെള്ളി വീണത് കണ്ട. കൺസിസ്റ്റൻ്റ് ആയില്ലെങ്കിൽ പിന്നെ പറയേ വേണ്ട. ആൻഡ് എന്തായിരുന്നു മറന്നുപോയി, ചിന്തിക്കട്ടെ. ഞാനെന്ന് പറഞ്ഞ ഒരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. വേറെ ജോലിയുണ്ട്. ആ ജോലിയുടെ ഇടയിലുമാണ് ഞാൻ ഇതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്നത്. ആ എഫേർട്ടിനൊരു വില ഇല്ലാണ്ടാവുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കിത് ഇഷ്ടമാണ് ഈ പ്രോസസ്സ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണുമ്പോൾ ഒറ്റിച്ച് തള്ളരുത്. കാരണം എല്ലാ പണിയും ഈ ഒരാളാണ് എടുക്കുന്നത്. നമുക്കൊരു ടീമൊന്നുമില്ല. സോ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ബൈ, സീ യു.